ഹലോ, എല്ലാവർക്കും എസ് ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അതിന്റെ കളർ കോമ്പിനേഷനിലൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് വീക്ക്ലി വൺസ് കാണിക്കുന്നുണ്ട്. നമ്മൾ റിപ്പീറ്റഡ് സാരീസ് ആണെങ്കിലും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ കാണിക്കുന്ന 2 സാരീസ് ആണ്. അതുപോലെ നമുക്ക് നേരത്തെ ഓർഡർ വന്ന സാരീസ് നമ്മളിപ്പം ഡിസ്പാച്ച് ടൈം ആയതനുസരിച്ച് കാണിക്കുന്നതാണ്. നമ്മൾ കറന്റ് ഇപ്പം ഹാൻഡ് എംബ്രോയിഡറി ഓർഡേഴ്സ് കുറച്ച് നാളത്തേക്ക് എടുക്കുന്നില്ല. കാരണം നമുക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഇരിക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ ഒരു ഡിസ്പാച്ച് ടൈം ഒത്തിരി ഡിലേ പറയേണ്ട കാരണമാണ് നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുക്കാത്തത്. നമുക്കതൊന്ന് മാനേജ് ആയി വരുന്നിടം വരെ നമ്മൾ പുതുതായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ഓർഡേഴ്സ് എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ മെഷീൻ എംബ്രോയിഡറി സാരീസിന്റെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ടൈമും ഈ പറഞ്ഞാൽ നമുക്ക് 2 വീക്സിനുള്ളിൽ തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുണ്ടെങ്കിൽ മെഷീൻ എംബ്രോയിഡറി വർക്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഈ 2 സാരീസ് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഗ്രീൻ സാരിയാണ്. നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഡിസൈനും കളർ കോമ്പിനേഷനും എല്ലാം തന്നെ നമുക്ക് റിപ്പീറ്റ് ഓർഡർ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മളൊരു പാരറ്റ് ഗ്രീൻ, ഒരു ഒലീവ് ഗ്രീനിന്റെ ഡാർക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ആ ഒരു സാരിയിൽ നമ്മൾ റെഡിന്റെ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനും ഗ്രീൻ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് സ്റ്റെം ലീവ്സും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിനകത്ത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ട് ചെറിയൊരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെന്ററിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടൊരു ക്രീം ഷെയ്ഡിൽ ഒരു ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ചെറിയൊരു ഫ്ലവർ ബഞ്ച് പോലത്തെ ഒരു ഡിസൈനാണ്. നമുക്ക് ഓൾറെഡി ഈ ഒരു ഡിസൈൻ നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. നേരത്തെ നമ്മൾ 1-2 വീഡിയോസിലൊക്കെ ഈ സെയിം പാറ്റേൺ പല മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് സെയിം കളർ കോമ്പിനേഷൻ വരെയും റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണിത്. ഇതിന്റെ മുന്താണി പോർഷന്റെ അപ്പുറത്തെ വശത്ത് നമ്മൾ ഇതിന്റെ സിംഗിൾ ഫ്ലവറും ലീഫും ഒക്കെ വരുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഈ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഫ്ലവറും 2 ലീവ്സും ഒക്കെ വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും 2 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മൾ ആ ഒരു പല്ലു പോർഷനിൽ കാണിച്ച പോലത്തെ ആ ഒരു 5 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ 2 ഫ്ലവേഴ്സാണ് നമ്മൾ ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഈ ഒരു സാരിയിൽ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസൈൻസേ ഉള്ളെങ്കിൽ പോലും നമ്മൾ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു വർക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതുകൊണ്ട് തന്നെ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു ബുള്ളിയൻ നോട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവേഴ്സിന് കുറച്ചും കൂടി ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്ത് തന്നെ ഈ ഫ്ലവേഴ്സ് നിൽക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമുക്ക് സാരിയിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു സാരിയിൽ ആ സെയിം ഡിസൈൻ തന്നെ വെർട്ടിക്കലായിട്ട് വരുന്ന പോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മളെല്ലാ പ്രാവശ്യവും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത് പോലെ തന്നെ ഡിഫറൻസ് ഒന്നുമില്ലാതെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ സാരിക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും ബ്ലൗസ് കൂടെ കൂട്ടി വരുന്നത് കൊണ്ട് തന്നെ നോർമലി നമുക്ക് മിക്ക സാരീസിലും ഇതുപോലെ വിത്ത് ബ്ലൗസും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സാരിയിൽ നമ്മൾ ആ റണ്ണിങ് പോർഷനിലൊക്കെ കൊടുത്ത ആ ഒരു ചെറിയ ഫ്ലവർ പാറ്റേൺ ആണ് ഈ ഒരു സാരിയുടെ സ്ലീവ്സിൽ 2 നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സാരി 4 വലിയ ഡിസൈൻസും 2 ചെറിയ ഡിസൈനുള്ളൊരു സാരി, 2 സ്ലീവിലും ചെറിയ ഡിസൈൻസ് വരുന്ന പോലത്തെ ഒരു ബ്ലൗസ് കൂടെ ചെയ്താണ് ഈ ഒരു സാരി ഫിനിഷ് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഈ കാണിച്ച സെയിം ഡിസൈന് നമ്മൾ വേറൊരു കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ആ സാരി കണ്ടിട്ട് അത് വേറൊരു കളർ കോമ്പിനേഷൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞ പ്രകാരം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡാർക്ക് പീച്ചിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. നമുക്ക് നോർമലി ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും ആണ് ഈ ഒരു ചെക്കോട്ട സാരീസിൽ പീച്ച് വരാറുള്ളത്. അങ്ങനെ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് പീച്ചിൽ നമ്മൾ ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു സാരിയിൽ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ റെഡിൻ്റെ ഡബിൾ ഷെയ്ഡ് കൊടുത്തതിന് പകരം ബ്ലൂ ഫ്ലവേഴ്സ് കൊടുത്തതേ ഉള്ളൂ. ലീഫും അടുക്കത്തെ ഫ്രഞ്ച് നോട്ടും എല്ലാം രണ്ട് സാരിയിലും ഒരുപോലെ തന്നെ ഗ്രീൻ്റെ ഡബിൾ ഷെയ്ഡും അതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫ്രഞ്ച് നോട്ട്സും എല്ലാം ചെയ്തിരിക്കുന്നത്. ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു ത്രെഡ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സെയിം പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ മുന്താണി പോർഷനിൽ വരുമ്പോഴത്തേനും നമ്മൾ മുമ്പ് കാണിച്ച സാരിയുടെ പോലെ തന്നെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ചെറിയ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് സെയിം നമ്മൾ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കളർ കോമ്പിനേഷൻ മാത്രമേ നമുക്ക് ഈ ഒരു സാരിയിൽ ചേഞ്ച് ആയി വന്നിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടും സെയിം കളർ ഡിസൈൻ കളർ കോമ്പിനേഷൻ ഡിഫറെൻറ്റ് ഡിസൈൻസ് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ രണ്ട് സാരീസും നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു പീച്ചിൽ ബ്ലൂ ഷെയ്ഡ് വരുമ്പോഴത്തേനും ആ ഒരു സാരിയുടെ എലഗൻസ് തന്നെ ഡിഫറെൻ്റ് ആണ്. നല്ല ഭംഗിയുള്ള കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു നമ്മുടെ ഒരു പൂക്കളൊക്കെ കാണുന്ന ഒരു ഫീൽ. ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് ഓൾറെഡി ഉണ്ടല്ലോ. ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു ഫീൽ ഈ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പീച്ചിൽ ബ്ലൂ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണാനും പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലൊക്കെ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ ശരിക്കും നല്ല ഒരു, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഡിസൈനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ ബുള്ളിൻ നോട്ട്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലവേഴ്സിനൊക്കെ കുറച്ചും കൂടി ഒരു 3D ഇഫക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എൻഹാൻസ് ചെയ്ത് നമുക്ക് ഈ ഒരു സാരിയിൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടി ഒരു കളർ കോമ്പിനേഷനോടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു സാരി കാണാനായിട്ട്. അതുപോലെ നമ്മൾ ചെസ്റ്റ് പോർഷനിലെ രണ്ട് ഡിസൈൻസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് അടുത്ത ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി എല്ലാ സാരിയിലും ചെയ്യുന്ന പോലെ തന്നെ വെർട്ടിക്കലായിട്ട് ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിയിലൊന്നും ഡിഫറൻസ് വരുത്തിയിട്ടില്ല. കളർ കോമ്പിനേഷൻ മാത്രം ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. ഈ ഒരു സാരിക്കും നമുക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസിൽ വരുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റണ്ണിങ് പോർഷനിലൊക്കെ വരുന്ന ആ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് ഇതിൻ്റെ രണ്ട് സ്ലീവ്സിലും വരുന്ന പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് 5.5 മീറ്റർ സാരിയും 1 മീറ്റർ ബ്ലൗസും വരുന്ന പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ രണ്ട് സാരീസും. ഈ കാണിച്ച രണ്ട് സാരീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സാരീസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.